Hi, hello dear students. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ PG സ്റ്റുഡൻസിൻ്റെ എക്സാമിനേഷൻ നിങ്ങൾ അടുക്കാറായില്ലേ. എക്സാമിന് പോകുമ്പം നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. മറക്കാതെ കൊണ്ടുപോകേണ്ട കുറച്ച് സാധനങ്ങളാണ്. ഒന്നാമത്തേത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് അഥവാ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ പരീക്ഷയ്ക്ക് പോകുമ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ്, അതായത് യൂണിവേഴ്സിറ്റി ഐഡൻറ്റിറ്റി കാർഡ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഐഡൻറ്റിറ്റി കാർഡ് തന്നിട്ടുണ്ടാവും, സ്റ്റുഡൻറ്റ് ഡാറ്റ അടങ്ങിയ ആ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുപോവുക. ആ ഐഡൻറ്റിറ്റി കാർഡിനോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ്, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ വോട്ടേഴ്സ് ID കാർഡോ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് PG സെക്കൻഡ് സെം സ്റ്റുഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും MA ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, MCOM ആവട്ടെ, MA പൊളിറ്റിക്കൽ സയൻസ് ആവട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പേപ്പറാണ് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നുള്ള സെക്കൻഡ് സെമ്മിൽ നിങ്ങളൊരു പേപ്പർ. ആ പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനാണ്, പുസ്തകം അടുത്ത് വെച്ച് എഴുതാവുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പേപ്പറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൂടെ കൊണ്ടുപോകണം. വേറെ ഗൈഡോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകരുത്. ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്ക് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഹാൻഡ് ബുക്കാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൊണ്ടുപോകുക. കാരണം അതൊരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്. പുസ്തകം അടുത്ത് വെച്ച് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനേഷൻ രാവിലെയാണോ ഉച്ചയ്ക്കാണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലെ സമയം നോക്കി നിങ്ങൾ പോവുക. ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ എന്നുള്ളത് നോക്കാം. പിന്നെ അവർ നിങ്ങൾ അലോട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കയ്യിൽ വെക്കാം. അത് ഈ പറഞ്ഞ പോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലായിരിക്കണം, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ബോട്ടിലായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ എക്സാമിനേഷൻ്റെ ഏകദേശം 1/2 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്താനും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് SGOൻ്റെ സെക്കൻഡ് സെം എക്സാം PG എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മറക്കാതെ കാണേണ്ട ഒരു വീഡിയോ ആണ്. ഹാൾ ടിക്കറ്റ് ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ ID കാര്യങ്ങളും മറ്റും നിങ്ങൾ കൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.